ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. ആരാ? അച്ഛനും അമ്മയും സർഗയും ഗ്രൂം എല്ലാരും കൂടെ ആണോ ഒരുമിച്ച? ഉറപ്പല്ലേ? എന്താ തോന്നി? ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമോ നന്നായിട്ട്? പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ എന്നാ ഇട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയായി നമുക്ക് ചോദിച്ചു നോക്കാം. ഹരിച്ചേട്ടാ കുറച്ച് കൂടുതലായി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുറച്ച് കൂടി പോയത്. മോളെ നന്നായിട്ട് പാടി, ആദ്യം തന്നെ പറയാം. താങ്ക് യു സർ. നല്ലൊരു സോങ്, ഒരു എവർഗ്രീൻ ക്ലാസിക്. ഇതിന്റെ ഹിന്ദി വേർഷൻ കേട്ടിട്ടുണ്ടോ? അതാരൊക്കെയാ പാടിയത്? മുഹമ്മദ് റാഫി സർ. ഓക്കെ, സൂപ്പർ. പിന്നെ എന്തുകൊണ്ട് ഈ പാട്ട് ഈ റൗണ്ടിൽ ചൂസ് ചെയ്തു? എനിക്ക് പാട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ റൗണ്ട് വെറുതെ കൊടുത്തു. വെറുതെ കൊടുത്തു. ഇംപ്രവൈസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അതാ മോളെ, ഈ പാട്ടിൽ ഓൾറെഡി കുറേ പ്ലാൻസും കുറേ കോഡ്സും ഒക്കെ ഇങ്ങനെ മാറി മാറി പോകുന്നൊരു പാട്ടാണ്. അപ്പം ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ദാസാറും സുശീലാമ്മയും പാടിയിട്ടുണ്ട്. സംഗതീസും അങ്ങനെയാ. ഇപ്പൊ ഒരു വരി ഉണ്ടെങ്കിൽ ഒളി തേടി നീലാപ്പൂക്കൾ, ഒളി തേടി നീലാപ്പൂക്കൾ, അതും എല്ലാത്തിനും ഒരു ഇംപ്രവൈസ്ഡ് അതെ ഒരു ഇതുണ്ട് ഓരോ വരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു പാട്ട് എടുക്കണമായിരുന്നോ എന്നാണ് എൻ്റെ ഒരു തോട്ട്. അകാരം ഉണ്ടല്ലോ, ഒരു ആലാപ്, അത് മാത്രം ഒന്ന് പെട്ടെന്ന് പഠിക്കും. അവിടെ ദാസാർ ഒരു അങ്ങനെയാ പാടുന്നത് അല്ലേ? അപ്പൊ ആ ഒരു സ്പീഡ് വേണമെന്ന് എനിക്ക് തോന്നി. മോള് എന്നാ പാടിയ ഒറിജിനല് അങ്ങനല്ലേ പോകുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു പെട്ടെന്നൊരു വ്യത്യാസം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇതിന്റെ ഒറിജിനലിൽ നിന്ന്. പിന്നെ മാരന്റെ കോവില ഒന്ന് പാടാം. ആ സംഗതി ഈ പാട്ടുമായിട്ട് അത്ര സെറ്റായോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഓൾറെഡി അത്രയും ബ്യൂട്ടിഫുൾ ആണത്. മാരന്റെ കോവിൽ, അത് ഓൾറെഡി ഒരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പൊ കോവിൽ അത് ഒത്തു പോകുന്നില്ല ആ പാട്ടുമായിട്ട്, ആ പാട്ടിന്റെ കൾച്ചറായിട്ട്. സോ അതൊരു നല്ല ഇംപ്രവൈസേഷൻ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മായാമയൂരമാടി എന്ന് പാടാം. മോളിപ്പോ പാടുമ്പോ ക്ലീൻ ആണ്, പക്ഷെ എല്ലാം ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ടാ പോകുന്നത്. കുറച്ചുകൂടി ഫ്രീ ആവാം. മായാമയൂരമാടി. ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ഒരു ഫ്രീനെസ് ആവാം പാടുന്നതിൽ കേട്ടോ. പിന്നെ ഒളി തേടി ഒരു പോക്ക് പോയി, അതൊന്ന് പാടാവോ ഒന്നുകൂടി? ഓൾറെഡി ഒളി തേടി ഓൾറെഡി ഒരു സംഗതി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ പുറത്തൊരു സംഗതിയും കൂടി വേണ്ടായിരുന്നു. അതാണോ നിങ്ങൾ എല്ലാരും കൂടെ ഡാഷ് ഇട്ടു? യെസ്, എല്ലാരും കോങ്കണ്ണോട് ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒന്നിച്ച് വരും. അതെ, ഞാനൊരു വലിയ 5-6 വട്ടം ഈ പേപ്പർ കീറി. അവിടെ അത് വേണ്ടായിരുന്നു ആ ഇംപ്രവൈസേഷൻ. കാരണം ഒളി തേടി നീലാപ്പൂക്കൾ അവിടെ ഓൾറെഡി ഉണ്ട് അത്. പിന്നെയുള്ള അനുരാഗലോലഗാത്രി, അവിടെ പിച്ച് ഔട്ട്സ് എന്തോ ഒരു ഇംപ്രവൈസേഷൻ നടത്തിയല്ലേ? അത് കുഴപ്പമില്ലായിരുന്നു. അത് ആക്ച്വലി വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ലാസ്റ്റ് ലൈൻ മോളെ, അനുരാഗലോലഗാത്രി വരവായി, ആ ഇംപ്രവൈസേഷൻ ചെയ്തില്ലേ? ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ആ രാത്രിക്ക് ആ സംഗതി വേണ്ടായിരുന്നു. ഒരുപാട് സംഗതീസ് ആയിപ്പോയി. അതിന് മുമ്പ് ആ രസമായിട്ട് പാടി, അതൊന്ന് പാടിക്കേ. പിച്ചിങ് അത് വേണോ? വരവായി നീലരാത്രി. കാരണം ഒരു സംഗതി ഓൾറെഡി മോള് പാടി, അപ്പോൾ അതിനൊരു സ്പേസിങ് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും ഈ രാത്രി എന്ന് പറയുമ്പോൾ മറ്റേതിൻ്റെയും ബ്യൂട്ടി പോവും, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആവും. അവിടെ അത്രയും സംഗതീസിൻ്റെ അങ്ങനത്തെ ഒരു പാട്ടല്ലല്ലോ. ബട്ട് നൈസ് അറ്റംപ്റ്റ്. അടുത്ത റൗണ്ടിൽ ചോയ്സ് ഒക്കെ ഇനി ശ്രദ്ധിക്കുക, ഇനി അതൊക്കെ മാറ്റർ ചെയ്യും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മോളെ അസാധ്യ ഒരു പാട്ട്, ഒരു നിവൃത്തിയില്ലാത്ത പാട്ട്. ഇതാരാ ചെയ്തതെന്ന് പറഞ്ഞേ, അതൊക്കെ കേൾക്കട്ടെ. എന്റെ മ്യൂസിക് നൗഷാദ് സർ, പാടിയത് യേശുദാസ് സാർ, സുശീലാമ്മ, എഴുതിയത് യൂസുഫ് അലി കേച്ചേരി സർ. സിനിമ ധ്വനി. അപ്പം മോളെ ഇത് പാക്ഡ് ആടാ ഈ പാട്ട്. ഇതിനകത്തങ്ങ് ഒരു എന്താ പറയുക, ഒരു സൂചി മണി കൊണ്ട് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല.
ഒരു ലൈൻ കഴിഞ്ഞാൽ അതിനൊരു സംഗതിയോടെയാണ് അതിന്റെ റിപ്പീറ്റ് ഉള്ളത്. പിന്നെ നമുക്ക് എവിടെയാണ് സ്കോപ്പ്? ലയലാസ്യ കല എന്ന് പാടാമോ? കാന്തി, അതൊക്കെ ഓക്കെ മോളെ, അതൊക്കെ ഓക്കെ. അല്ല ചിലതിന് ഒരു സുഖം തരത്തില്ല മോളെ. നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അതിന്റെ ഒരു ഉദ്ദേശിക്കുന്നത്? കുറേയും കൂടെ അതിന്റെ അപ്പുറത്ത് അതുക്കും മേലെ ഒരു ഐറ്റമാണ് നമുക്ക് വേണ്ടത്. അത് ഭയങ്കര വലിച്ചുവാരി കുറേ സംഗതി ഒന്നും വേണമെന്നില്ല മോളെ. ചെറിയ സംഭവങ്ങൾ പോലും അതിനൊരു ബ്യൂട്ടി നൽകും. അത് ഒളി തേടിയൊരു വല്ലാത്ത ഒളി തേടിയല്ല, അത് ഒളിവിലെ പ്രതിയെ തേടിയാ പോയത്. അത്രയ്ക്ക് കഠിന. അതെന്തിനാ മോളെ? അത് കുറച്ച് കൺജസ്റ്റഡ് ആണ്, അതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒരു തകതിക അവിടെ അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യും. മോള് നീ കേപ്പബിൾ ആണ് പാടാൻ കേട്ടോ, അതിലൊരു സംശയവുമില്ല. പക്ഷെ അത് നന്നായിട്ട് പാടിയതുമില്ല. മോക്ക് തോന്നിയില്ല? അതെന്താണ് അവിടെ ഒരു ഡൗട്ട് വന്നത്? അതാ ടെമ്പോയില്. അതാ ഞാൻ അതാണ് ഈ കൺജഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ നേരം കൊണ്ട്. അതിനകത്ത് കുറെ ഒരു 4 സ്വരം പോകേണ്ട സ്ഥലത്ത് 152 സ്വരം കൊണ്ട് കുത്തി കയറ്റിയാൽ കിടന്ന് നിലവിളിച്ച് ഓടേണ്ടി വരും. മോളെ അതൊക്കെ ഒന്ന് നോക്കടാ. ഈ ഇംപ്രവൈസ് ചെയ്ത് ഒന്നും മോള് കൃത്യമായിട്ട് മോക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് മോക്ക് ഇപ്രാവശ്യം പറ്റിയത്. കുഴപ്പമില്ല, അതുള്ളൂ. പക്ഷെ മോള് മറ്റുള്ള ഏരിയ ഒക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശരിക്കും പേടി ഉണ്ടായിരുന്നാടാ ഇംപ്രവൈസേഷൻ? ഞാൻ അറിഞ്ഞത് ഇവിടെ എല്ലാവർക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ട്, അത് നമുക്ക് പ്രത്യേകമായിട്ട് വായിച്ചറിയാം. ഓക്കെ ഷാനിക്ക മോളെ, എന്തോ നല്ല സോങ് സെലക്ഷൻ, താങ്ക് യു സർ, ബട്ട് നോട്ട് ദ റൈറ്റ് റൗണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് രണ്ടുപേരും പറഞ്ഞു. ബാക്കി കുഴപ്പമില്ലാതെ തന്നെ മോള് പാടി, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എഗൈൻ നമ്മൾ നോക്കുമ്പോൾ ഈ റൗണ്ടിന് ചേരാത്തതായതുകൊണ്ട് തുടക്കം തൊട്ടേ ആ ഒരു സാധനം ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ശരത് സർ. മോളെ എന്തോ 8.4 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹെഡ്ചേട്ടാ 8.4. താങ്ക് യു സർ. താങ്ക് യു ഹെഡ്ചേട്ടാ. ഷാനിക്ക. ഓക്കെ, ഷാനിക്കയുടെ അപ്പൂപ്പൻ. so total 16.8. Okay.